നിങ്ങൾ ഒരാളെ മറക്കാൻ ശ്രമിക്കുമ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ ഓർമ്മകൾ കടന്നു വരുന്നുണ്ടോ? ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോൾ ലൈഫ് സ്റ്റക്കായ പോലെ തോന്നുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രേക്കപ്പ് പെയിൻ കുറയ്ക്കുന്നതിനെക്കുറിച്ചും കൂടുതൽ മോട്ടിവേറ്റഡ് ആകാം എന്നതിനെക്കുറിച്ചുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ തന്നെ സഹായിക്കും. ബ്രേക്കപ്പ് എന്നത് ലൈഫിൽ ഏറ്റവും പെയിൻഫുൾ ആയ എക്സ്പീരിയൻസ് ആണെന്നാണ് പലരുടെയും അഭിപ്രായം. എന്നാൽ ട്രൂത്ത് എന്താണെന്നറിയാമോ? ഇത് നിങ്ങളുടെ ലൈഫിന്റെ എൻഡ് അല്ല, ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാണ് റിയൽ സ്ട്രെങ്ത്. ഇതിന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ. അക്സെപ്റ്റ് ദ പെയിൻ. ഇത് സംഭവിച്ചു, നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആ ഒരു ചിന്തയാണ് ആദ്യം എല്ലാവർക്കും വേണ്ടത്. 2. നോ കോണ്ടാക്ട് റൂൾ. കോൾസ് ആൻഡ് മെസ്സേജസ് അവോയ്ഡ് ചെയ്യുക. അവരുടെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, അവരുടെ സ്റ്റോറി എന്താണ്, അവരുടെ കൂടെ ഫോട്ടോയിൽ നിൽക്കുന്ന ആൾ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാതെ ഇരിക്കുക. 3. റിമൂവ് ട്രിഗേഴ്സ്. നിങ്ങളുടെ ഫോണിൽ അവരുടെ ഫോട്ടോസോ വീഡിയോസോ ചാറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എടുക്കുമ്പോഴാവാം ഇത് നമ്മുടെ കണ്ണിൽ പെടുന്നത്. പിന്നെ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനായിട്ട് കാരണം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാം, ഡിലീറ്റ് ചെയ്ത് കളയാം. റുട്ടീൻ ബിൽഡ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ബിസി ആവാം. അപ്പോൾ ബിസി ആവുമ്പോൾ നമുക്ക് ആ ചിന്തിക്കാനുള്ള ഒരു ടൈം ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പൊ അതിനായിട്ട് പഠിക്കുക, വർക്ക് ചെയ്യുക, ജിമ്മിലൊക്കെ പോവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. 5. മൈൻഡ് കാമാക്കാം. അപ്പൊ നമ്മുടെ ഹീലിംഗ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. 6. ടോക്ക് ടു സംവൺ. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആയിട്ടുള്ള ടൈം നിങ്ങൾ കൂട്ടുക, അവരായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. 7. സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്യുക. എൻ്റെ വാല്യൂ ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാനുള്ളതല്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. 8. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അവരാണ് എൻ്റെ ലൈഫ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാനാണ് എൻ്റെ ലൈഫിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന ബോധം നിങ്ങൾക്ക് വരണം. ബ്രേക്കപ്പ് നിങ്ങളെ ബ്രേക്ക് ചെയ്യാനുള്ളതല്ല, അത് നിങ്ങളെ ഒന്നുകൂടെ സ്ട്രോങ്ങർ ആക്കാനുള്ളതാണ്. ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നീട് നിങ്ങൾ പിന്നിലോട്ട് നോക്കുമ്പോൾ ഇത്രയും പെയിൻ ഞാൻ എന്തിന് എൻ്റെ ലൈഫിൽ അനുഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും. ഇത്രയും പെയിൻ വന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും സ്ട്രോങ് ആയതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് പോയത് നന്നായി. ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഇത്രയും സ്ട്രോങ് ആവാൻ പറ്റുമായിരുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ പിന്നീട് നിങ്ങളിൽ വരും. ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ലൈഫ് ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പൊ ബ്രേക്കപ്പായി വേദനിച്ച് ഇരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവസാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയല്ല നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിനെയോ ഫ്രണ്ട്സിനെയോ ഒന്നും ഓർക്കാതെ നമ്മുടെ ലൈഫ് നിരാശപ്പെട്ട് വേദനിച്ച് ദിവസങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നാളെ നമ്മൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ നമ്മുടെ ലൈഫിൽ വരുത്താണ്ടിരിക്കുക. എത്രയൊക്കെ മോട്ടിവേഷൻ കേട്ടാലും നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ വീണ്ടും 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 ഡൗൺ ആക്കും. പക്ഷേ നമ്മൾ ഓർമ്മകൾ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഇതൊന്നും അല്ല എൻ്റെ ലൈഫിൽ വേണ്ടത്, ഇതെൻ്റെ ഒരു തുടക്കം മാത്രമാണ്, ഇനിയും എനിക്ക് ലൈഫിൽ മുന്നേറാനുണ്ട്. ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.